ഞാൻ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഇതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം ഗാന്ധി ആശ്രമത്തിലാണ്. എന്താ ഗാന്ധിയുടെ ആശ്രമമാണ്. ഗാന്ധി ആശ്രമം എന്ന് അറിയപ്പെടും, സബർമതി ആശ്രമം എന്ന് പറയും. ഗാന്ധി ആശ്രമം എന്നറിയപ്പെടും, സബർമതി ആശ്രമം എന്നറിയപ്പെടും. എന്തായാലും ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മുടെ ഭാഷ. അതൊക്കെ ഇത് മഹാത്മാഗാന്ധിയുടെ ഒപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ആശ്രമത്തിൻ്റെ ഐഡിയ ഇത് ഗാന്ധിജിയുടെ ഭാര്യയാണ്, പത്നി. ഇതാണ് നമ്മുടെ ഗാന്ധിജിയുടെ ചർക്ക. ഇത് ദണ്ഡിയാത്രയല്ലേ, അതിൻ്റെ ഒരു സംഭവം കേട്ടോ കൊടുത്തിരിക്കുന്നത്.
അച്ഛന്മാരെ ഇതാണ് നമ്മുടെ ഗാന്ധിജിയുടെ വീട്. മഹാത്മാഗാന്ധി ബീഹാർ ഉള്ളപ്പോൾ ഇവിടുത്തെ ഉള്ളവർ പണിത് കൊടുത്ത വീടാണ്. ഇപ്പോൾ ഗാന്ധി ഇവിടെ വന്നപ്പോൾ വലിയ വീടായതിൻ്റെ പേരിൽ ആൾ അകത്ത് താമസിച്ചില്ല. പാവപ്പെട്ട ഒരുപാട് ആളുകൾ വീടില്ലാതെ താമസിക്കുമ്പോൾ എങ്ങനെ ഞാൻ വീടിൻ്റെ അകത്ത് താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഈ വീടിൻ്റെ വരാന്തയിലാണ് താമസിച്ചത്. ഈ വീടിൻ്റെ പേര് ഹൃദയകുഞ്ചെന്നാണ്. 1918 മുതൽ 1930 വരെയാണ് ഗാന്ധിജിയും വൈഫും ഇവിടെ താമസിച്ചിട്ടുള്ളൂ. ഗാന്ധിജി നെയ്തുകൊണ്ടിരുന്ന ചർക്കയാണിത്. നമ്മുടെ മഹാത്മാഗാന്ധി ഇരുന്ന് ചർക്ക നെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇതാണ് ഗാന്ധിജിയുടെ വൈഫിൻ്റെ റൂം. ഇത് ഗസ്റ്റ് റൂമാണ്. ഈ കാണുന്നതാണ് കിച്ചൺ. ഇതാണ് ഗാന്ധിജിയുടെ സ്റ്റോർ റൂം. അടച്ചിട്ടേക്കാണ്. ഇതാണ് ഗാന്ധിജിയുടെ കണ്ണട. ഇത് തടി കൊണ്ടുണ്ടാക്കിയ ചെരുപ്പാണ്. ഈ കാണുന്ന എല്ലാം ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെൻ, അതുപോലെ തേങ്ങ വെട്ടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കത്തി കാര്യങ്ങൾ. ഇതിലായിരുന്നു ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചത്. ഇത് ഗാന്ധിജിയുടെ ഊന്നുവടി. ഇത് പുറത്തേക്ക് പോകാനുള്ള മറ്റൊരു വഴിയാണ്. നമ്മുടെ നാലുകെട്ടില്ലേ എന്ന് പറഞ്ഞ മാതിരി. ഇത് കസ്തൂർബ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒലക്ക വെച്ച് കുത്തി നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അരക്കണേനും പകരം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഈ സ്റ്റോണിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ചൂടുള്ളപ്പോൾ തണുപ്പും തണുപ്പുള്ളപ്പോൾ ചൂടായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പുഴയാണ് സബർമതി പുഴ. ഇവിടെ പുള്ളി കുറച്ച് ദിവസം താമസിച്ചിട്ടുള്ളൂ. ഇവിടെ ഫുള്ള് തത്തയാണ് കേട്ടോ.
ഈ മരത്തിലെല്ലാത്തിലും തത്തയാണ്. ഇത് ഗാന്ധിജിയുടെ മാനേജറിൻ്റെ വീടാണ് കേട്ടോ. നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം. ഇത് കിസാൻ ചർക്ക, അതായത് കർഷകരുടെ ചർക്ക. ഇത് പഞ്ചാബ് ചർക്ക. ഇത് രാജസ്ഥാൻ ചർക്കയാണ്. ഇത് ആന്ധ്രാപ്രദേശ് ചർക്കയാണിത്. ഇത് പഴയ കാലത്തെ നൂലാണ് കേട്ടോ. ഇതൊക്കെ തൊടാൻ കഴിയാന്ന് പറയുമ്പോൾ അല്ലേ, നല്ലൊരു ഭാഗ്യമാണ്. ഇതൊക്കെ നെയ്തെടുത്താണ്. ഇതെല്ലാം നെയ്തേക്കണ ചർക്കയിൽ. ഇതൊക്കെ പിന്നീട് പുരോഗമനം വന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനാണ് കേട്ടോ. ഇതൊക്കെ അന്നത്തെ നൂലാണ്. ഇതൊക്കെ അന്നത്തെ മെഷീൻ. വർഷങ്ങൾ പഴക്കമുണ്ട്. This is Gandhiji's house. The name of this house is Hriday Kunj. Hriday means heart. Heart of this ashram. Hriday Kunj, heart of this ashram. This house established in 1917 for Gandhiji. When Gandhiji was not here, Gandhiji was in the Bihar. He went for the Champaranya Satyagraha. When Gandhiji came the same place, he observed this is very big house. In my country, so many people are very poor and they don't have their own house, very small house. So I will not live in this house. So Gandhiji never live in this room. Only this open space Gandhiji was used. Only meeting purpose, when some leader from out, they come here, so Gandhiji met in that room. It is very beautiful house because it is raised platform. Why raised platform? The river is very near. Okay, so it goes. Yes.
It is raised platform. Second, it is pyramid style. Style is the positive energy, and there is wooden support inside. Inside the wooden support and the natural ventilation. Natural ventilation. So in the summer season is come cold, and in the winter season is warm. Third, it is pyramid style. Second benefit is that you look, come, you look, our area is earthquake prone zone. Earthquake. So sometime earthquake affected this area. So this type of house is benefit. The roof is down like this. So minimum injured. People are minimum injured. So another benefit, load bearing system, vertical and horizontal wood support is there. So Gandhiji lived in this house till 1918 to 1930. In the 12th March 1930, Gandhiji went to Salt March with 78 ashram Vasi. And he went to Dandi and protest towards that salt. And after Gandhiji became very big leader, national leader, and when he went to Salt March, he declared that until we will not get freedom, I will not come back here. So after 1930, Gandhiji never come back. Yes, never come back. മച്ചാരെ ഞാൻ വളരെ സന്തോഷവാനാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ നാണയത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ ക്യാഷിലെ അതിനകത്ത് കണ്ടിട്ടുള്ള ഗാന്ധിജിയുടെ കണ്ണട അതിന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചപ്പൽ ചെരുപ്പ് കാണാൻ കഴിഞ്ഞു. എന്താ പറയുക, ഗാന്ധിജിയുടെ ഊന്നുവടി വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും അത് നിങ്ങളെ കാണിച്ച് തന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം എനിക്ക് കാണാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക, ഇത് കാണാത്തവരിൽ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയൊരു എൻ്റെ കൂടെ നമ്മുടെ ഷംഷീദ് മങ്കട, നമ്മുടെ പഴയ സുഹൃത്താണ്, ഇന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ 3 ആളായിരിക്കും, ഞാൻ, ഷംഷീദ്, അഖിൽ, ഞങ്ങൾ 3 ആളും കൂടിയിട്ടായിരിക്കും ഇനിയുള്ള യാത്ര, മുന്നോട്ടുള്ള യാത്ര. ഞങ്ങളുള്ളത് ഗാന്ധി ആശ്രമത്തിലാണ്, അഹമ്മദാബാദിലുള്ള. അതെ, ഇനിയിപ്പോൾ ഇവിടെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. വൈകുന്നേരം ആയി, സമയം നല്ല തണുപ്പാണ് ഇവിടെ. സമയം 5:30 ആയി തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത, അതെ, തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞ് ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം. എന്തായാലും ഈ ഭാഗത്ത് ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ കുറേ നേരം വന്നിട്ട് ഇപ്പോൾ നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ നോക്കട്ടെ. ഉച്ചക്കത്തെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. കാരണം വേറൊന്നുകൊണ്ടല്ല, ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, എത്താൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കിലായിരുന്നു. വന്നവഴിക്ക് ഭക്ഷണം ബിരിയാണി കഴിക്കാൻ നേരത്തെ കയറിയതാണ്. പക്ഷേ അവിടെ ബിരിയാണി കിട്ടിയില്ല, റൈസ് മാത്രമേ ഉള്ളൂ, ചിക്കൻ ഉണ്ടായിരുന്നില്ല, അതൊട്ട് കഴിച്ചില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ. നമ്മുടെ ചങ്ക് ഇവിടെ സേഫാണ് കേട്ടോ. മച്ചാമാരെ, ഇത് പുകയല്ല, ഇത് കോടയാണ് കേട്ടോ. കോട തീയിട്ടിട്ട് പുക അടിച്ചാണല്ല, ഫുള്ള് കോട ഇവിടെ. മച്ചാമാരെ, ഒരു രക്ഷയില്ല കേട്ടോ, കോട കൂടി വരാണ്, ഒന്നും കാണാൻ വയ്യ. ഇത് എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് തന്നെ, ഒന്നും കാണാൻ വയ്യ. മച്ചാമാരെ, ഇതിന് മാത്രം കോട എവിടെ നിന്നാണ് എനിക്കറിയില്ല. അയ്യോ, ഒന്നും കാണാൻ വയ്യേ. അന്യായ കോട, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതെ, ചുറ്റിനും കോട. നമ്മുടെ മൂന്നാർ പോലും അല്ലെങ്കിൽ വയനാട് പോലും ഇങ്ങനെ ഇത്രയും കോടയില്ല കേട്ടോ. ഞാൻ ആദ്യം കരുതി ഇവിടെ പുകയിട്ടാണെന്ന് കരുതിയത്, ഇപ്പോഴും പിന്നീട് മനസ്സിലായ കോട കൂടിയപ്പോൾ. കൂടെ വന്നവരെ കാണുന്നില്ല മച്ചന്മാരെ. കോൾ ചെയ്തിട്ടുണ്ടായി. ഇവിടെ ഒരു സിഗ്നലുണ്ട്, ആ കാണുന്ന സിഗ്നൽ. എവിടെ സിഗ്നൽ പോലും കാണാനില്ല. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരേണ്ടത്. ഇവർ വളഞ്ഞ് ലെഫ്റ്റ് കയറി പോയി തോന്നുന്നു. സ്ട്രൈറ്റ് നേരെ വരേണ്ടത്. ഇവിടെ ഭയങ്കര കോടയാണ്, നല്ല തണുപ്പും കൂടിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാശ്മീർ പോകുന്ന റൂട്ടൊക്കെ മൊത്തം തണുപ്പായിരിക്കും. അപ്പം കിടക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് കിടന്നാൽ പോലും ഭയങ്കര റിസ്ക്. അതുകൊണ്ട് ഞാനൊരു ഗ്ലൗസ് പറഞ്ഞെടുത്തു, നമ്മുടെ ഈ ബായുടെ ഇടയിൽ നിന്ന്. ചെറിയൊരു തട്ടിയാണ്, എന്നാലും
ആള് പറഞ്ഞത് 90 പറയണം. യൂട്യൂബിൽ വീഡിയോ ചെയ്യണതിന്റെ പേരിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വരുമെന്ന് എനിക്കറിയില്ല. ഭയ്യാ ഒരു ഹായ് പോലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഭായനൊന്ന് മാക്സിമം സംസാരിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് മേടിക്കണം. അപ്പോൾ എന്തായാലും ഇതെന്തായാലും ഉപകാരപ്പെടണമാണ്. ഇനിയിപ്പോൾ അവിടുന്ന് കാശ്മീർ എത്തണ വരെ ഈ സാധനം കയ്യിൽ വേണം. ഇനി പൈസ ചിലവാക്കാനില്ല. നമുക്ക് ഭയ്യയുടെ പേരൊന്ന് വെച്ച് നോക്കാം. ഭയ്യാ എന്താ भैया नाम क्या है? प्रकाश प्रकाश घर किधर? हाँ घर 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 हाँ, घर साबरमती साबरमती. साबरमती में അപ്പോൾ എന്തായാലും ഭയ്യനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. മാക്സിമം ഡിസ്കൗണ്ട് हाँ എന്തായാലും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. अभी हमारे यहाँ इतने बड़े सेलिब्रिटी आए हैं तो मैं जरूर करूँगा. ठीक है. ഓക്കെ ഓക്കെ. മച്ചവരെ ഞാനൊരു ട്രാക്ക് പാൻറ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൗസും ട്രാക്ക് പാൻറ്റും കൂടി ആള് 150ക്ക് ചെയ്ത് തന്നു കേട്ടോ. ഇത് 250 രൂപയ്ക്കാണ് പുള്ളി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഗ്ലൗസും ഇതും കൂടിയിട്ട് 150ക്ക് ചെയ്ത് തന്നു. ഭയ്യാ താങ്ക് യു താങ്ക് യു. അപ്പോൾ ആൾക്ക് യൂട്യൂബിൻ്റെ ആൾക്ക് ഫോണില്ല, ഫോൺ വീട്ടിലാണ്. ആൾക്ക് യൂട്യൂബിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് നമ്പർ വന്നിട്ടുണ്ട്. ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞേക്കാം. എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഭയ്യാ ഓക്കെ താങ്ക് യു. അപ്പോൾ എന്തായാലും ഞങ്ങൾ സമയം കളയുന്നില്ല. ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്. നേരെ ഗുരുദ്വാരയിലേക്ക് പോട്ടെ. ഞങ്ങൾ ഫുഡ് കഴിക്കണം, ഫുൾ റെസ്റ്റ് എടുക്കണം. മൊബൈൽ ബാറ്ററി ഡൗൺ ആണ്, ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഓക്കെ മച്ചന്മാരെ, ഞങ്ങൾ വന്ന വഴിക്ക് ഒരു ഭയ്യ ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആളോടെ നിൽപ്പുണ്ട്. അപ്പോൾ ആളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മച്ചന്മാരെ ഇതാണ് ഭയ്യ നാം ക്യാ? रंजीत वर्मा. രഞ്ജിത്ത് വർമ്മ. ഹായ് ബോലോ. हाय. അപ്പോൾ എന്തായാലും ഇദ്ദേഹമാണ് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നമുക്ക് നമ്മുടെ ജംഷീദുണ്ട്, അങ്ങനെയുണ്ട്. ഞങ്ങൾ 3 ആളും കൂടി വന്ന വഴിക്ക് ആള് വണ്ടി തടഞ്ഞു നിർത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചു തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട് ഭയ്യ. നന്ദി सॉरी നന്ദി. അതായത് എന്താ പറയുക ഹിന്ദിയിൽ? ധന്യവാദ്. അതന്നെ ധന്യവാദ്. मतलब आप लोग धन्यवाद कर रहे ഓക്കെ ഓക്കെ. ആൾക്ക് മലയാളം അറിയില്ലല്ല, എനിക്ക് ഹിന്ദി തോടാ മാലു. हैं. कोई दिक्कत नहीं. ഓക്കെ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ഗുരുദ്വാരയിലേക്ക് പോകണം. അവിടെ 9 വരെയുള്ള ടൈം. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. മച്ചന്മാരെ ഇതാണ് ഓർഡർ ചെയ്ത് നോക്കുന്നത്. क्या बात है? दाने दाने पे लिखा है. ഗോപി മഞ്ചൂരിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ये अपना ही ला रही है. മച്ചന്മാരെ രക്ഷയില്ല, നല്ല പൊളി ഐറ്റം. ऑल इंडिया में जाएगा.